പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ 8ാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയ്ക്ക് സമീപമുള്ള പക്ഷി നിരീക്ഷണ മേഖല ഏതാണ്? ഉത്തരം അരിപ്പ വനപ്രദേശം. ഏഷ്യയിലെ ഏറ്റവും വലിയ ചതുപ്പ് പ്രദേശങ്ങളിലൊന്നായ ശാസ്താ നടയോട് ചേർന്ന് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് റേഞ്ചിലാണ് അരിപ്പ വനപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രദേശം. അപൂർവ ഇനം പക്ഷി ഇനങ്ങളെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി അരിപ്പ വനപ്രദേശം പക്ഷി സങ്കേതമായി പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിലെ 2ാമത്തെ ഫോറസ്റ്റ് ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അരിപ്പയിലാണ്. അപൂർവ പക്ഷിവർഗമായ മക്കാച്ചിക്കാട് എന്ന ശ്രീലങ്ക ഫ്രോഗ് മൗത്തിനെ ആദ്യമായി പക്ഷി നിരീക്ഷകർ കണ്ടെത്തിയത് അരിപ്പ വനപ്രദേശത്തു നിന്നാണ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ. കേരളത്തിലെ 4ാമത് സ്ഥാപിതമായ പക്ഷിസങ്കേതമാണ് മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം. 2012 ഇത് പക്ഷിസങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. കണ്ണൂരിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതമാണ് മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം. പ്രശസ്ത ഇന്ത്യൻ പക്ഷി ശാസ്ത്രജ്ഞനായ ഡോക്ടർ സാലിം അലിയുടെ പേരിലുള്ള കേരളത്തിലെ പക്ഷിസങ്കേതം ഏതാണ്? ഉത്തരം തട്ടേക്കാട് പക്ഷിസങ്കേതം. കേരളത്തിൽ 1983 ഓഗസ്റ്റ് 27 നിലവിൽ വന്ന പക്ഷിസങ്കേതമാണ് ഡോക്ടർ സാലിം അലി പക്ഷിസങ്കേതം തട്ടേക്കാട് അല്ലെങ്കിൽ തട്ടേക്കാട് പക്ഷിസങ്കേതം. എറണാകുളം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. ഇന്ത്യയിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സാലിം അലിയുടെ പൂർണ്ണമായ പേര് സാലിം മുഹിയുദ്ദീൻ അബ്ദുൽ അലി എന്നാണ്. ലോകത്ത് ചിട്ടയായ പക്ഷി ഗവേഷണം നടത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹം രചിച്ച ഇന്ത്യൻ പക്ഷികളുടെ പുസ്തകം പക്ഷി ശാസ്ത്രജ്ഞന്മാരുടെ ബൈബിളായി പരിഗണിക്കപ്പെടുന്നു. ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം എന്നത്. ഇദ്ദേഹത്തിന് 1958 പത്മഭൂഷണം 1976 പത്മവിഭൂഷണം ഇന്ത്യ ഗവൺമെൻറ് നൽകി ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പൈതൃകത്തോടുള്ള ആദരസൂചകമായി 1996 ഇന്ത്യ ഗവൺമെൻറ് ഒരു സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കി. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾക്കും അവാർഡുകൾക്കും അദ്ദേഹത്തിൻ്റെ പേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥാപിച്ചത് ഡോക്ടർ സാലിം അലിയാണ്. ഇത് ഇന്ത്യയിലെ പക്ഷി ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഒരു പ്രധാന സ്ഥാപനമാണ്. 2004 നിലവിൽ വന്ന സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ഏതാണ്? ഉത്തരം മംഗളവനം പക്ഷിസങ്കേതം. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചിലന്തികളും വവ്വാലുകളും ഇവിടുത്തെ പ്രധാന ആകർഷണീയതയാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷിസങ്കേതവുമാണ് മംഗളവനം പക്ഷിസങ്കേതം. ബേക്കർ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏതാണ്? കുമരകം പക്ഷിസങ്കേതം. കുമരകം പക്ഷിസങ്കേതം കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കുമരകത്താണ് സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ തീരത്തായി നിലകൊള്ളുന്ന ഇത് വേമ്പനാട് പക്ഷിസങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. 1847 ആൽഫ്രഡ് ജോർജ് ബേക്കർ ആണ് ഒരു റബ്ബർ തോട്ടത്തിൽ ഈ പക്ഷിസങ്കേതം സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേര് വന്നത്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം ഏതാണ്? ഉത്തരം കടലുണ്ടി പക്ഷിസങ്കേതം. ദേശാടന പക്ഷികൾക്കായി കൂടുതലായി കാണപ്പെടുന്ന പക്ഷിസങ്കേതമാണ് കടലുണ്ടി പക്ഷിസങ്കേതം. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ഇത് ആരുടെ ആത്മകഥയാണ്? കല്ലേൽ പൊക്കുടൻ. കേരളത്തിൽ റിസർവ് വനം ഇല്ലാതിരുന്ന ഏക ജില്ലയെ 2014 റിസർവ് വനമേഖലയിൽ ഉൾപ്പെടുത്തി വനമുള്ള ജില്ലയായി പ്രഖ്യാപിച്ചു. ഏതാണ് ഈ ജില്ല?
ഉത്തരം ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് അടുത്തുള്ള വിയപുരത്താണ് 15 ഏക്കർ സ്ഥലമാണ് വനം വകുപ്പ് റിസർവ് വനമേഖല ആക്കിയത്. കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ നിശാശലഭം ഏതാണ്? അറ്റ്ലസ് മോത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമാണ് അറ്റ്ലസ് മോത്ത്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം മീനങ്ങാടി, വയനാട്. ഇന്ത്യയിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മധ്യപ്രദേശ്. ലോകത്തിലെ 3ാമത്തെ വലിയ ജൈവ ഇന്ധന ഉൽപ്പാദക രാജ്യമായി മാറിയ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ്. അടുത്തിടെ ബാൾഡ് ഈഗിളിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. എഡിറ്റ് ചെയ്ത് ആരും കമൻറ്റ് ചെയ്യരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഏതാണ് എന്നതാണ്. ഉത്തരം കൊച്ചി വാട്ടർ മെട്രോയാണ്. 2023 ഏപ്രിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ആദ്യത്തെ ഉത്തരം വന്നത് സൗമ്യയും ജയേഷുമാണ്. എല്ലാവിധ ആശംസകളും. അത് കഴിഞ്ഞും ശരിയുത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാരെയും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നാളെ തന്നെ 5:30 അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാൻ ശ്രമിക്കണേ വീഡിയോയ്ക്ക്.